നല്ല ചൂട ദോശ, കൂടാതെ അതിൻ്റെ കൂടെ നല്ല എരിവൊക്കെ ഉള്ള നല്ലൊരു ചമ്മന്തിയും കൂടി കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണല്ലേ. ഈ ദോശ വെറും ദോശയല്ല, വളരെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയാണ് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ദോശ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യാം. ബാച്ചിലേഴ്സിനോ കുട്ടികൾക്ക് വരെ മിക്സ് ചെയ്ത് ഉണ്ടാക്കാം. അപ്പോൾ ആ ദോശ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാത്രം എടുക്കാം. പാത്രത്തിലേക്ക് നമുക്ക് ഗോതമ്പ് മാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ഓട്സ് ആണ് എടുക്കുന്നത്. ഒരു 1/2 കപ്പ് ഓട്സും കൂടി ഇട്ട് കൊടുക്കാം. ഓട്സ് വെറുതെ കഴിക്കുമ്പോൾ പലർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പെട്ടെന്ന് കലക്കിയെടുക്കാനുള്ള എളുപ്പ പണി പറഞ്ഞുതരാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുന്നതിന് വരും പെട്ടെന്ന് നന്നായിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് അതിനെ ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഇതുമായിട്ടൊരു ബീറ്റർ എടുത്തിട്ട് നമ്മുടെ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടല്ലോ, ബ്ലെൻഡർ എടുത്തൊന്ന് ഇളക്കി നോക്കൂ. 2 മിനിറ്റ് കൊണ്ട് ഒരു കട്ടയും കൂടാതെ നല്ലൊരു സൂപ്പറായിട്ടുള്ള മാവ് റെഡിയാവും. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ ബജ്ജിക്കോ ബോണ്ടയ്ക്കോ ഒക്കെ മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ബീറ്റർ ഉപയോഗിച്ചിട്ട് ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കട്ടി എവിടെയും തരിയില്ലാതെ നല്ല നീറ്റായിട്ട് നമ്മുടെ മിക്സായി കിട്ടും. ഈ മാവുകളൊക്കെ ഇപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദോശമാവിനേക്കാൾ കുറച്ചും കൂടി ലൂസായ പരുവത്തിലാണ് ഈ മാവ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് സോഫ്റ്റായ ദോശയാണ് കേട്ടോ, ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശയല്ല ഓട്സ് ഇടുന്നതോടുകൂടി തന്നെ. ഇനി ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇതിലേക്ക് 1-2 ചേരുവകൾ കൂടി നമുക്ക് ചേർത്ത് നോക്കാം. അതിനായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കൊരു ചെറിയ മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഒരു ചെറിയൊരു ഒനിയൻ, ഒരു 10 ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പിൻ്റെലും കൂടിയിട്ട് ചതച്ചെടുക്കുക കേട്ടോ, അരച്ചെടുക്കരുത്. ഇതൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ലേശം ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഇതും കൂടി ആകുമ്പോൾ ദോശയുടെ കൂടെ സത്യം പറഞ്ഞാൽ ഒന്നും വേണ്ട, ഇതങ്ങനെ കഴിക്കാം. ഇതാ നന്നായിട്ട് അയച്ചിട്ടുണ്ട്, ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒരുപാട് ലൂസായിട്ടുള്ള മാവല്ല, ഒരുപാട് ടൈറ്റും അല്ല കേട്ടോ. ഒരുപാട് തിന്നായിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇതും കൂടിയാകുമ്പോൾ ഈ ദോശയുടെ കൂടെ സത്യം പറഞ്ഞപ്പോൾ ഒന്നുമില്ലാതെ വെറുതെ കഴിക്കാനും ചായയുടെ കൂടെ കഴിക്കാനും ഈ ദോശ പറ്റും. ഇതിപ്പോൾ ഷുഗർ പേഷ്യൻസിനോ എങ്ങനെയുള്ള പേഷ്യൻസിനോ ഡയറ്റ് നോക്കുന്നവർക്കോ അരിയാഹാരം ഒഴിവാക്കുന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. ഇനി ദോശക്കല്ല് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് സാധാരണ ദോശമാരി പരത്തിയെടുക്കാം. അപ്പം ഇത് നമുക്ക് രാത്രിയൊക്കെ എവിടെയെങ്കിലും പുറത്തു പോയി പുറത്തുനിന്ന് ആഹാരമൊന്നും കഴിക്കണ്ടെങ്കിലും 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ദോശ റെഡിയാവും. ആവശ്യത്തിന് എണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഗോതമ്പ് ദോശ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ഹെൽത്തിയാണ്. ഗോതമ്പും ഓട്സും കൂടി ആയതുകൊണ്ട് ഫുള്ളായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ദോശ തന്നെയാണ്. അപ്പോൾ ഇതാ മറച്ചിട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവട്ടെ, ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഒന്ന് വാങ്ങിയെടുക്കാം. 2 സൈഡും വാങ്ങിയെടുക്കാം. സോഗിയായിട്ടുള്ള ദോശയായിരിക്കില്ല കേട്ടോ, പതുപതുന്നല്ല, പക്ഷെ ക്രിസ്പി അല്ലാത്ത നല്ല ടേസ്റ്റുള്ള ദോശയാണിത്. സോഫ്റ്റ് ദോശ, ഗോതമ്പ് ഓട്സ് ദോശ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതേമാതിരി നമുക്ക് അടുത്ത ദോശ ഉണ്ടാക്കാം. ഇത് കണ്ടോ, ബാച്ചിലേഴ്സിന് വരെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ ഇതും ചമ്മന്തിയും കൂടിയാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഇതെടുത്തൊരു ദോശയും കുറച്ച് ചമ്മന്തിയും, ഉള്ളി ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കാം. സൂപ്പർ ടേസ്റ്റി ഉള്ളി ചമ്മന്തിയാണ് ഇത് കേട്ടോ, പാലക്കാടുകാരുടെ ഉള്ളി ചമ്മന്തി. അതും ഈ ദോശയും കൂടി കഴിക്കണമെങ്കിൽ എന്താ ടേസ്റ്റ്. ഇത് രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ദോശയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഗോതമ്പ് ഓട്സ് ദോശ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.